ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തി ബഡ്സ് ആക്ട് ചുമത്തിയ പോലീസ് സിഐക്കും ഭാര്യയ്ക്കുമെതിരെയുള്ള അന്വേഷണം ഇഴയുന്നു. കേരള പോലീസിലെ തൃശൂർ പോലീസ് അക്കാദമിയിലെ സിബിൻ എന്ന ഉദ്യോഗസ്ഥനും ഭാര്യയും 32 വയസ്സുകാരി നയന പ്രമോദുമാണ് കോടികളുടെ തട്ടിപ്പ് കേസിലെ പ്രതികൾ. ക്രിപ്റ്റോ കറൻസിക്ക് പണം നൽകിയാൽ ഇരട്ടിയാക്കി തിരികെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പണം പലരിൽ നിന്നും വാങ്ങിയത് നയന പ്രമോദായിരുന്നു. ഇവർക്കെതിരെ ജാമ്യമില്ല എഫ്ഐആർ ഇട്ടപ്പോൾ ഇവർ ഇന്ത്യ വിട്ട് ദുബായിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതിയായ നയന പ്രമോദ് ദുബായിലാണ് എന്നതാണ് അറിയുന്നത്. എന്നാൽ ഇവരുടെ ഭർത്താവ് സിബിൻ ഇപ്പോഴും തൃശൂർ പോലീസ് അക്കാദമിയിൽ CA ആണ്. യുവ സംരംഭകനായ ഷൈൻ മുകുന്ദൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ബഡ്സ് ആക്ട് അനുസരിച്ച് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഇത് എറണാകുളം സിറ്റി പോലീസ് ഇട്ട എഫ്ഐആർ ആണ്. ഇതിന്റെ നമ്പർ 155/2024. ഈ എഫ്ഐആറിൽ ജാമ്യമില്ലാ വകുപ്പുകളും ബഡ്സ് ആക്ടും ഉൾപ്പെടെ ചുമത്തിയ ഭീകരമായ വകുപ്പുകൾ. ഈ എഫ്ഐആറിലെ പ്രതികൾ ആരെന്ന് നോക്കാം. 32 വയസ്സുകാരി നയന പ്രമോദ്. ഇവർ പോലീസിൽ CA ആയ സിബിൻ MB എന്നയാളുടെ ഭാര്യ. രണ്ടാം പ്രതി കേരള പോലീസിലെ CAയും തൃശൂർ പോലീസ് അക്കാദമിയിലെ ഉദ്യോഗസ്ഥനുമായ സിബിൻ MB. നോക്കുക, കോടതി നിർദ്ദേശപ്രകാരം ഇട്ട എഫ്ഐആർ. എന്നിട്ടും ഇതിലെ പ്രതികളായ അതും 1.10 കോടി രൂപ തട്ടിച്ചവർ ഇപ്പോഴും സർവീസിൽ സുഖമായിരിക്കുന്നു. ഇത് കള്ളന്മാർക്ക് കഞ്ഞിവെച്ച കാലമോ എന്ന പരാതിക്കാരനായ ആലപ്പുഴയിലെ യുവ സംരംഭകനായ ഷൈൻ മുകുന്ദൻ ചോദിക്കുന്നു. പ്രതികൾ കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയിട്ടും അറസ്റ്റ് ചെയ്യുന്നില്ല. കേരള പോലീസിലെ CI ആയതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നതാണ് വിമർശനം. വെറും 1-2 രൂപയല്ല, 10-20 ലക്ഷമല്ല, 1.10 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പാണ് ഡിപ്പാർട്ട്മെന്റിലെ CIയും ഭാര്യയും ചേർന്ന് നടത്തിയതെന്ന് പരാതിക്കാരൻ നൽകിയ മൊഴിയിലുണ്ട്. എന്നിട്ടും എഫ്ഐആർ ഇട്ടിട്ടും ഈ പോലീസുകാരനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിലിരുന്ന് CIയുടെ ജോലി ചെയ്യുന്നു. ഇത്ര വലിയൊരു കേസിലെ പ്രതി എങ്ങനെ കേരളത്തിന്റെ പോലീസ് സേനയിൽ ഇരുന്നു കൊണ്ട് നീതി നടപ്പാക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം. ക്രിമിനലുകൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുമ്പോൾ ബഡ്സ് ആക്ട് ചുമത്തിയ പോലീസിലെ ഓഫീസർമാർക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായ പരാതിക്കാരൻ ഷൈൻ മുകുന്ദൻ പറയുന്നത് ക്രിപ്റ്റോ കറൻസി നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ CA ആയ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സിബിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകി എന്നതാണ്. ബാക്കി 1 കോടി രൂപ CAയുടെ ഭാര്യയായ നയനയുടെ അക്കൗണ്ടിലേക്ക് നൽകുകയായിരുന്നു. എന്നിട്ടും പറഞ്ഞ ലാഭമോ ക്രിപ്റ്റോ കറൻസിയോ ഇവർ നൽകാതെ പറ്റിച്ചു. പണം തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ CA ആണ് എന്നും കേരള പോലീസിൽ ഏതെങ്കിലും തെളിയാത്ത കേസ് ചുമത്തി നിന്റെ ഇനിയുള്ള ജീവിതം ജയിലിലാക്കുമെന്നും അതുപോലെ പണം പോയ പരാതിക്കാരനെ ഇവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഒടുവിൽ കോടതിയിൽ പോയി നീതി ലഭിച്ചു. എന്നാൽ കോടതിയുടെ വിധിയും നിർദ്ദേശവും കേരള പോലീസ് നടപ്പാക്കിയിട്ടില്ല. അവിടെയാണ് ഇപ്പോൾ പരാതിക്കാരൻ പുതിയ DGPയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. തന്റെ കയ്യിൽ അവിടെ നിന്നും അക്കൗണ്ട് വഴി വാങ്ങിയ പണം പലിശയും ലാഭവും ഒന്നുമില്ലേലും ഈ പ്രതികളിൽ നിന്നും തിരികെ വാങ്ങിച്ച് നൽകുമോ എന്നതാണ് ഷൈൻ മുകുന്ദൻ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.